വെൽക്കം ടു ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എക്സാമിനോടനുബന്ധിച്ച് SLC എക്സാമിനേഷന് ക്രിസ്മസ് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള മാത്സിലെ സോളിഡ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഉള്ള വീഡിയോകൾ മാത്രമാണ്. നിങ്ങൾ നിർബന്ധമായി ഇത് കണ്ടിരിക്കുക, പഠിക്കുക. ഓക്കെ, ചോദ്യം ഇതാണ്. ഫ്രം എ ക്യൂബ് ഓഫ് സൈഡ് 6 cm ദ ലാർജ് സ്ഫിയർ ഇസ് കാർവ്ഡ് ഔട്ട്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതിന് 3 മാർക്കാണ്. ദിസ് സ്ഫിയർ ഈസ് കട്ട് ഇൻടു 2 equal halves. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ വൺ ഹെമിസ്ഫിയർ? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിന് 1 മാർക്കാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ചോദ്യം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. വളരെ സിമ്പിൾ ആണ്. എന്താണ് ഒരു ക്യൂബിന്റെ ഫിഗർ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഒരു ക്യൂബിന്റെ സൈഡ് എന്ന് പറയുന്നത് 6 cm ആണ്. അതിൽ നിന്ന് നമുക്ക് ഒരു സ്ഫിയർ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ക്യൂബ് ഒരു 3 dimension ഷേപ്പാണ്, സ്ഫിയറും 3 dimension ഷേപ്പാണ്. അപ്പൊ നമുക്കൊരു സ്ഫിയർ ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ബോർഡിൽ നമുക്ക് 2 dimension ഷേപ്പ് മാത്രമാണ് ഇവിടെ വരയ്ക്കാനായിട്ട് സാധിക്കുക. അപ്പൊ നമ്മൾ ഈ ക്യൂബിന്റെ ഒരു ചെറിയ ക്യൂബിന്റെ ഒരു ഫേസ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഒരു സ്ഫിയർ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ, ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു സർക്കിൾ ആണ്, നമുക്ക് ഇങ്ങനെയാണ് കാണിക്കാനായിട്ട് പറ്റുക, നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇതാണ് ഈ പറയുന്ന മാക്സിമം ഈ ഫേസിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഫിയർ ആണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. അപ്പൊ അതാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഒരു സർക്കിളിന്റെ ഫോമിൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്യൂബിന്റെ സൈഡ് എന്ന് പറയുന്നത് 6 cm ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ സ്ഫിയറിന്റെ ഡയാമീറ്റർ 6 cm ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയം ആണ്. വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് റേഡിയസ് അറിയണം. അപ്പൊ ഡയാമീറ്റർ ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് 6 cm ആണ്. സോ റേഡിയസ് ഈക്വൽ ടു 6/2. റേഡിയസ് എന്ന് പറയുന്ന ഡയാമീറ്ററിന്റെ പകുതിയാണ്. അപ്പൊ നമുക്കത് 3 cm കിട്ടും. ഈ സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നതാണ് 4/3 πr³. അപ്പൊ 4/3 ഇൻറ്റു 5 ഇൻറ്റു r എന്ന് പറയുന്നത് നമുക്ക് 3 ആണ് കിട്ടിയിരിക്കുന്നത്, 3³ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടുത്തെ ഒരു 3യും ഈ ക്യൂബിലെ ഒരു 3യും കൂടി വെട്ടിപ്പോകുമ്പോൾ അത് 3² ആവും. അപ്പൊ നമുക്ക് 4π ഇൻറ്റു 3² എന്ന് കിട്ടും. ആൻസർ 9 ഇൻറ്റു 4π 36π cm³. വോളിയം ആയതുകൊണ്ട് 36π cm³ ആണ്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ? ഹെമിസ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ 2/3 πr³ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/3 π ഇൻറ്റു r എന്ന് പറയുന്നത് എത്രയാണ്? 3³ ഇപ്പൊ നേരത്തെ എടുത്ത പോലെ ഇവിടെ 3യും ഇവിടെ ഇത് സ്പ്ലിറ്റ് പോകുമ്പോൾ ഇത് സ്ക്വയർ ആയിട്ട് മാറും. 3 എന്നുള്ളത് 3². അപ്പൊ 3² 9 ഇൻറ്റു 2 18π cm³ ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ശ്രദ്ധിച്ചറിയാം. 4/3 πr³ ആണ് സ്ഫിയറിന്റെ. ഹെമിസ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 2/3 πr³. ഇതിന്റെ നേരെ പകുതിയാണ് വോളിയത്തിന്റെ കാര്യത്തിൽ വരുന്നത്. വോളിയത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് അത് അപ്ലിക്കബിൾ ഉള്ളൂ. സർഫസ് ഏരിയയുടെ കാര്യത്തിൽ അത് അപ്ലിക്കബിൾ അല്ല എന്നുള്ളത് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ മാത്സ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കുക. നമുക്ക് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.